കണിവെക്കുന്നു. എനിക്ക് അനർത്ഥമന്വേഷിക്കുന്നവർ വേണ്ടതിനം സംസാരിക്കുന്നു. അവരിടവിടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെയിരുന്നു, വായ് തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയും വരുതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാൽ വഴുതുമ്പോൾ അവർ എൻ്റെ നേരെ വമ്പ് പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു. എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ എൻ്റെ കൃത്യത്തെ ഏറ്റുപറയുന്നു. എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു. എൻ്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ. എന്നെ വെറുതെ വഹിക്കുന്നവർ പരിഹരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. യഹോവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നോട് അകന്നിരിക്കുകയും വരുതേ. എൻ്റെ രക്ഷയാകുന്ന കർത്താവേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ ഗാനം നമുക്ക് ചേർന്ന് പാടാം. എന്റെ കരത്തിൽ
കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്തില്ലയോ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്തില്ലയോ ചുടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ ചുടലിലും വഴി തുറക്കാൻ ഞാനിന്നു ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ കരം ചങ്കോട് ചേർത്ത് പിടിച്ച് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം അവിടെ നൽകിയ അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിപൂർണമായിട്ടും ഞങ്ങളെല്ലാവരും അങ്ങേ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലതരത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ പേറിയാണ് ഞങ്ങൾ നിന്റെ മുമ്പിൽ വന്നിരിക്കുക. അനുദിനം അനുനിമിഷം ഞങ്ങളെ അലകട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും വലിയൊരു നിരയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഈ വലിയ നിര കണ്ട് ഞാൻ പകച്ച് നിൽക്കുകയാണ്. കുടുംബത്തിൽ ഒരാൾക്ക് രോഗം കഴിയുമ്പോൾ അടുത്ത ആൾക്ക് രോഗം, അല്ലെങ്കിൽ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. ഒരിക്കലും സ്വസ്ഥതയോടും സമാധാനത്തോടും കുടുംബത്തിൽ ആയിരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. ഹൃദയത്തിൽ എപ്പോഴും ചങ്കിനകത്ത് എപ്പോഴും ഒരു ഭാരം പേറിക്കൊണ്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥ. ഇവയെല്ലാം ഇത്തരുണത്തിൽ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ അവസ്ഥകളെല്ലാം അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് ഈ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം നിന്റെ തിരുസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സ്വർഗം ചായ്ച്ച് അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുമെന്നും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ തൊടുമെന്നും ഉറച്ച വിശ്വാസത്തോടും ഉറച്ച ബോധ്യത്തോടും കൂടിയാണ് ഇന്ന് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ആ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്നെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസ്ഥ കിട്ടുന്നില്ല. ജോലിയുണ്ട്, സാമ്പത്തിക ഭദ്രതകളൊക്കെ വേണമെങ്കിലുണ്ട്, പക്ഷെ ഇതൊന്നും ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ രീതിയിലും ജീവിതത്തിൽ ഒരു ഓർഡർ നഷ്ടപ്പെട്ട അവസ്ഥ, എല്ലാം ഒരു ഡിസോർഡർ ആയിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥകളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് തമ്പുരാനെ ഈ നിന്റെ മക്കൾ ഇന്ന് ഈ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്? വചനം വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. കർത്താവെ, നീ സ്നേഹിച്ച് നീ വേർതിരിച്ച മക്കൾക്ക് മാത്രമാണ്
ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ സാധിക്കുക. കർത്താവേ, നീ തന്നെയാണ് ഞങ്ങളുടെ ആശ്രയം, നീ തന്നെയാണ് ഞങ്ങളുടെ തുണ. മുട്ടാൻ മറ്റൊരു വാതിൽ അറിയത്തില്ല, വിളിച്ചപേക്ഷിക്കാൻ മറ്റൊരു നാമം അറിയത്തില്ല. ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും എല്ലാ പ്രശ്നത്തിൻ്റെയും പ്രതിവിധി അങ്ങാണെന്ന് മനസ്സിലാക്കിയാണ് പാവപ്പെട്ട നിന്റെ മക്കൾ കണ്ണുനീരോടെ ഈ ആഴ്ചയും ഇവിടെ പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടുക. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ വന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുള്ള മക്കൾ, എത്രയോ മക്കൾ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോയി. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ മധ്യേ ഈ ദേവാലയത്തിൽ വീണോട്ടുള്ള എല്ലാ കണ്ണുനീരിനും അവിടുന്ന് പ്രതിഫലം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്നും ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. തമ്പുരാനെ, താങ്ങാൻ നീ അല്ലാതെ മറ്റാരുമില്ലാത്ത മക്കളാണ് ഈ വന്ന് പ്രാർത്ഥിക്കുക. താങ്ങാൻ നീ അല്ലാതെ മറ്റ് ആരും ഇല്ലാത്ത മക്കൾ. ഞങ്ങൾ കണ്ണുനീരോടെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീറും മുറിവിൽ മനം പാടി സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ വിഴിത്തേടി രൂപം, ഇടം വലവും ഇരുൾ പെരുകി വേറൊരാളെ ഒന്നു താങ്ങുവാൻ നാഥ, ഇടം വലവും ഇരുൾ പെരുകി വേറൊരാളെ ഒന്നു താങ്ങുവാൻ നാഥ. കർത്താവേ, നീ അല്ലാതെ മറ്റാരുമില്ലാത്ത മക്കൾ എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്ന മക്കൾ, ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും ബന്ധു ബലമുണ്ടെങ്കിലും അനാഥരെ പോലെ ജീവിക്കുന്ന മക്കൾ, ഇതാ എല്ലാം ഉണ്ടെങ്കിലും ഉരുറ്റ് സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്ന മകൾ ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. ജീവിതത്തിൻ്റെതായ വലിയ പ്രതികൂലതയുടെ മധ്യേ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നിസ്സഹായതയോടെ നിൽക്കുന്ന മക്കൾ, കരയാൻ മാത്രം അറിയാവുന്ന നിന്റെ മക്കൾ നിന്റെ തിരുസന്നിധി വന്ന ഈ സമയത്ത് കണ്ണുനീരൊഴുക്കുകയാണ്. അവിടുന്ന് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്, ഉറപ്പാണ്. ഈ ശുശ്രൂഷ മധ്യേ ഒഴുകുന്ന ഒരു തുള്ളി കണ്ണുനീരിന് പോലും പ്രതിഫലമുണ്ടെന്ന്, ഈ ശുശ്രൂഷ മധ്യേ ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും അനുഗ്രഹത്തിന്റെ മഴ അവരുടെ നെറുകെ പെയ്യുന്ന അവിടുന്ന് നൽകിയ വാഗ്ദാനമാണ്. ഈ സമയം കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വേദനകളുടെ മേലും അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, നീ ഇടപെടാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുക അസാധ്യമാണ്. മനുഷ്യബുദ്ധിക്ക് അപ്പുറമായ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നീ ഇടപെടാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. ഈ സമയം കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഒരുപാട് പാപത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പലതരത്തിലുള്ള മ്ലേച്ഛതയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കഴിവോ ബലഹീനതയോ ഞങ്ങളുടെ കഴിവോ മേന്മയോ ഒന്നും അല്ല, അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രം നേരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കർത്താവേ, ഈ സമയം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള കൃപ, കല്ലായി പോയിരിക്കുന്ന ഹൃദയത്തെ അവിടുന്ന് ഈ സമയം മാംസളമാകണമേ.
നിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ, കർത്താവെ കരഞ്ഞു പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകാനുള്ള കൃപ ഓരോ മക്കൾക്ക് നൽകണമേ. ഓരോ മക്കൾക്ക് നൽകണം. ജീവിതത്തിൽ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധികളാവുന്ന മാമലകളെ അവിടുന്ന് തൊട്ടാൽ നിഷ്പ്രയാസം നീങ്ങിപ്പോലോ. ഈ സമയം ഞങ്ങൾ കണ്ണുനീരോടെ നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച്, ഞങ്ങളുടെ മേന്മകളെല്ലാം മാറ്റിവെച്ച്, കർത്താവ് ഒരു യോഗ്യതയുമില്ല എന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ. കർത്താവ് ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ് ഞങ്ങൾ അറിയിക്കുക. നീ അല്ലാതെ താങ്ങാൻ മറ്റാരുമില്ല. നീ അല്ലാതെ ഈ നിസ്സഹായതയിൽ നിന്ന് പിടിച്ചുയർത്താൻ മറ്റൊരു കാലം ഇല്ല. തമ്പുരാനെ വിളിച്ചപേക്ഷിക്കാൻ മറ്റൊരു പേരൊന്നും അറിയത്തില്ല. പ്രാർത്ഥനയിൽ ഒരുപാട് കുറവ് വന്ന വ്യക്തിയാണ്. വചനവായനയിൽ ഒരുപാട് കുറവ് വന്ന വ്യക്തിയാണ്. ദൈവാനുഭവത്തിൽ ഒരുപാട് കുറവ് വന്ന വ്യക്തിയാണ്. പാപകരമായ ജീവിതത്തിലൂടെ ഒരുപക്ഷെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ എല്ലാ ബലഹീനതകളെയും സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുക. ഒരു മേന്മയും പറയാനില്ല. എൻ്റെ എല്ലാ ബലഹീനതകളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഓരോ മക്കളെയും അവിടുന്ന് സന്ദർശിക്കണമേ. ഓരോ മക്കളെയും അവിടുന്ന് തൊടണമേ. അവിടുന്ന് ഓരോ മക്കളെയും മാറോട് ചേർത്ത് പിടിക്കണമേ. ഓരോ മക്കളെയും മാറോട് ചേർത്ത് പിടിക്കണമേ. കർത്താവേ, ഒരുപാട് ആരോപണങ്ങൾ ഏൽക്കേണ്ടി വന്ന മക്കൾ, പലതരത്തിലുള്ള നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്ന മക്കൾ ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. കർത്താവേ, മദ്യപാനത്തിന് അടിമപ്പെട്ട മക്കള്, മദ്യപാനം എന്ന പിശാച് അനുദിനം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. കർത്താവേ, ഞങ്ങളൊക്കെ ബലഹീനരാണ്. ഭാര്യയും മക്കളും കരഞ്ഞ് കാല് പിടിച്ചിട്ടും നമ്മുടെ ഹൃദയം അലിയുന്നില്ല. സ്നേഹമായിരിക്കുന്ന നീ ആ മക്കളെ ഒന്ന് തൊട്ടാൽ മാത്രമേ ഇന്നീ നിമിഷം അവരുടെ ജീവിതം ക്രമീകരിക്കപ്പെടുകയാണ്. അവരുടെ ജീവിതത്തെ ദൈവം ഏറ്റെടുക്കുകയാണ്, സ്വർഗം ഏറ്റെടുക്കുകയാണ്. എല്ലാ മദ്യപാനികളെയും അവിടെ തൊടണം. എല്ലാ അസ്വസ്ഥരായിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തെ അവിടെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൃപ കൊണ്ട് അഭിഷേകം കൊണ്ട് നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരയാൻ മാത്രം അറിയാവുന്ന മക്കൾ നിന്റെ തിരുസന്നിധിയിൽ ഇന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൃപയുടെ നീർച്ചാലുകൾ ഈ മക്കളുടെ നെറുകയിലേക്ക് വെട്ടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പരിപൂർണമായിട്ട് വിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. അല്പസമയത്ത് ചിന്തയ്ക്കെടുക്കുന്ന വചനഭാഗം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വചനഭാഗമാണ്. ബൈബിള് ഉള്ളവരെല്ലാം എടുക്കുക. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വചനഭാഗം ഞാനൊന്ന് വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിനുമേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് ഇതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വചനഭാഗമാണ്. കർത്താവ് നമുക്കറിയാം 5 അപ്പം 2 മീന് കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ പരിപോഷിപ്പിച്ച് അപ്പത്തിന്റെ സമൃദ്ധി നൽകിയ വലിയൊരു അത്ഭുതം നടത്തി. ഉടൻ തന്നെ അവിടെ സംഭവിച്ച കാര്യമാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുക. അപ്പം 10,000-കണക്കിന് ആളുകളെ കർത്താവ് ഇതാ കേവലം കയ്യിലെണ്ണാവുന്ന അപ്പം കൊണ്ട് സമൃദ്ധിയിലേക്ക് അവരെ തീറ്റി
അവർക്ക് തൃപ്തരാകാൻ തക്കവണ്ണമുള്ള ആ വലിയ അത്ഭുതമൊക്കെ നടത്തി വിജയശ്രീ ലാളിതനായി എന്ന് നമ്മൾ വിചാരിക്കും. കർത്താവ് നിൽക്കുമ്പോൾ ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇവിടെ കാണുന്നൊരു സംഭവം ഇതാണ്. സ്ലീഹന്മാരെ, ശിഷ്യന്മാരെ പടകിൽ കയറി തനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകുവാൻ അവൻ നിർബന്ധിച്ചു. അപ്പോൾ തന്നെ അവൻ ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തെ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞ് അയച്ചു. ശിഷ്യന്മാർ പടകിൽ കയറി പോകുമ്പോൾ വലിയ കാറ്റ്, ഇതാ കടല്, ആ ഓളങ്ങൾ പ്രക്ഷുബ്ധമാവുന്നു, വലിയ കാറ്റ്, വലിയ അസ്വസ്ഥതകൾ. ഈ വഞ്ചി മുങ്ങി തങ്ങൾ ഇതാ മുങ്ങി മരിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവര് പോവുകയാണ്. ഈ സമയത്ത് ഇതാ 1-ാം യാമം കഴിഞ്ഞു, 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമം കഴിഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവര് ഭയന്ന് പരവശരായിരിക്കുമ്പോൾ കർത്താവ് വെള്ളത്തിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അതൊരു ഭൂതമാണെന്ന് വിചാരിച്ച് അവര് ഭയന്ന് വിറയ്ക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വചനത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം നിങ്ങളോടൊപ്പം, ചിന്തകൾ മാത്രം നിങ്ങളോടൊപ്പം, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രിയപ്പെട്ടവരെ പങ്കുവെക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുക. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഒന്നാമതായിട്ട് ഇവിടെ 2 തരത്തിലുള്ള ആളുകൾ, കർത്താവിന്റെ ഒരിക്കൽ വന്നവരെ കർത്താവ് 2ആയിട്ട് തിരിച്ചു എന്നാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുക. കർത്താവിന്റെ അരികിലേക്ക് വന്ന ആളുകളെ കർത്താവ് 2ആയിട്ട് തിരിച്ചു. 1 ജനക്കൂട്ടം, 2 ശിഷ്യന്മാർ. മനസ്സിലായല്ലോ? കർത്താവിന്റെ ഒരിക്കൽ വന്ന ആളുകളെ കർത്താവ് 2ആയിട്ട് തരം തിരിച്ചു. 1 ജനക്കൂട്ടം, 2 ശിഷ്യന്മാർ. പ്രിയപ്പെട്ടവർ, ഇന്ന് പ്രധാനമായിട്ടും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഇതിൽ ഏതിൽപ്പെട്ട ആളാണെന്ന്. ഞാൻ ഈ ജനക്കൂട്ടത്തിൽപ്പെട്ട, ഇന്ന് കർത്താവ് ഇവിടെ നമ്മുടെ മധ്യേ ഉണ്ട്. കർത്താവ് എന്നെ തരഞ്ഞിരിക്കുമ്പോൾ ഞാൻ കൂട്ടത്തിൽപ്പെടുന്ന ആളാണോ, അതോ ഞാൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണോ? പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്നു ഒരു അത്ഭുതമൊക്കെ നടന്നു, ആ അഭിവൃദ്ധിയൊക്കെ നടന്നു, കർത്താവ് നിൽക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ കർത്താവ് പ്രിയപ്പെട്ടവരെ പറഞ്ഞയക്കുകയാണ്, പിരിച്ചുവിടുകയാണ്. അതിനുശേഷം സ്ത്രീഹന്മാരെ, ശിഷ്യന്മാരെ തന്റെ കൂടെ കൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 തരത്തിലുള്ള ആളുകൾ, 1 ജനക്കൂട്ടം, 2 ശിഷ്യന്മാർ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജനക്കൂട്ടത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ മനോഭാവം, എന്തുകൊണ്ടാണ് കർത്താവ് ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ജനക്കൂട്ടത്തിന് വേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും അഭിവൃദ്ധികളും മാത്രമാണ്. ജനക്കൂട്ടത്തിന് വേണ്ടത് കുറെ ഇതുപോലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുക, ഇങ്ങനെയുള്ള കുറെ അഭിവൃദ്ധികൾ മാത്രമാണ് ജനക്കൂട്ടത്തിന് വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാരാകട്ടെ കർത്താവിനെ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് ആഴമായ ദൈവാനുഭവത്തോടുകൂടി പിൻപറ്റിയവരാണ് ശിഷ്യന്മാർ. ഇതാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി കർത്താവിൻ്റെ പുറകെ വന്നവരെയാണ് കർത്താവ് ജനക്കൂട്ടം എന്നിവിടെ വിശേഷിപ്പിച്ചത്, വചനം വിശേഷിപ്പിച്ചത്. എന്തെങ്കിലും ഒരു പ്രയോജനത്തിനു വേണ്ടി തൻ്റെ പുറകെ വന്നവരെയാണ് ഇവിടെ ജനക്കൂട്ടം എന്ന് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവരെ, ഒരു അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ഏറ്റവും അധികം നിരീശ്വരവാദികളുള്ളത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് തന്നെയാണ്. ക്രിസ്ത്യാനികൾ എന്നുള്ള ലേവലിൽ ജീവിക്കുന്നവരിൽ തന്നെയാണ് ഏറ്റവും അധികം നിരീശ്വരവാദികളും ഉള്ളതെന്ന് അച്ഛൻ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജനക്കൂട്ടം, ഈ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രയോജനത്തിനായിട്ട് കർത്താവിനെ അന്വേഷിച്ചു വന്നവർ. അവിടെ കാണുന്നു, വളരെ നമുക്ക് ചങ്കിക്കൊള്ളുന്നൊരു കാര്യമാണ് അവിടെ കാണുന്നത്. എന്തെങ്കിലും ഒരു പ്രയോജനത്തിന് വേണ്ടി തന്നെ അന്വേഷിച്ചു വന്നവരെല്ലാം അവിടെ വെച്ച് കർത്താവ് അക്കരയ്ക്ക് കൊണ്ടുപോയില്ല, അവിടം കൊണ്ട് കർത്താവ് നിർത്തി അവരെ പറഞ്ഞയച്ചു. അപ്പോൾ ശിഷ്യന്മാർ ആഴമായ ദൈവാനുഭവത്തോടുകൂടി തന്നെ പിൻപറ്റിയ ശിഷ്യന്മാരെ മാത്രമേ കർത്താവ് അക്കരയ്ക്ക് വിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി, എനിക്കെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി മാത്രം കർത്താവിനെ ഞാൻ അന്വേഷിക്കുന്നതാണെങ്കിൽ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ഈ ഭൂമിയിൽ അവസാനിക്കും. അക്കരയാവുന്ന ഒരു സിയോൻ നാടുണ്ട്, അക്കരെ ആവുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഭൂമിയിലെ ഈ ജീവിതത്തിന് ശേഷം അക്കരയുടെ ഒരു അനുഭവമുണ്ട്. ഈ അനുഭവത്തിലേക്ക് യഥാർത്ഥ ശിഷ്യത്വത്തിലുള്ളവരെ കർത്താവ് വിളിക്കത്തുള്ളൂ. അപ്പൊ ഒന്നും കൂടെ ഞാൻ സിമ്പിളായിട്ട് പറയാം, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നത് എനിക്കെന്തെങ്കിലും പ്രയോജനത്തിനാണെങ്കിൽ
ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധം ഈ ഭൂമിയിൽ അവസാനിക്കുന്ന ബന്ധമാണ്. നമ്മൾ ഇവിടെ പറഞ്ഞു നിൽക്കുന്നത് പോലെ, ഇവിടെ കാണിക്കുന്ന പ്രകടനം പോലെയൊന്നും തമ്പുരാനെന്ന് ഒരു പ്രകടനം കാണിച്ചൊന്നും നിൽക്കാനൊക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് അസീസി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതാ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കുറച്ച് അത്ഭുതങ്ങളെ കുറിച്ച് ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി പറയുന്നു, നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തി, ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഇതാ ഞാൻ എൻ്റെ കൂടെ അവരെ ഒന്നും കണ്ടില്ലല്ലോ. രണ്ടാമത്തെ അവരൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പ്രതീക്ഷിച്ച വലിയ ആത്മീയരെയും വലിയ ധ്യാന ഗുരുക്കന്മാരൊന്നും അതിനകത്ത് കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇടുന്ന മാനദണ്ഡമല്ല ദൈവം ഇടുന്ന മാനദണ്ഡം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും പ്രയോജനത്തിനായിട്ട് കർത്താവിനെ പിൻപറ്റിയവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരെ കർത്താവ് അവിടം കൊണ്ട് നിർത്തി അക്കരയ്ക്ക് തന്നോടൊപ്പം വരാൻ അവരെ കൂടെ കൂട്ടിയില്ലെന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കുക, ഇതാ അക്കരെ ഈ ഭൂമിക്ക് ഈ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമായ ജീവിതമാണ്. ഇതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചാൽ പോരാ. നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ഒരു അമേരിക്കയില് ഒരു പ്രഗത്ഭനായ ഒരു ജഡ്ജ് ഉണ്ട്, ഗ്ലാഡ്സ്റ്റൺ എന്നാണ്. വളരെ പ്രസിദ്ധനായ ഒരു ജഡ്ജാണ് ഗ്ലാഡ്സ്റ്റൺ. ഇദ്ദേഹം അവിടുത്തെ ഒരു ജഡ്ജിയാണ്. അദ്ദേഹം അവിടുത്തെ നിരീശ്വര സംഘത്തിന്റെ ഒരു നേതാവാണ്. നിരീശ്വര സംഘങ്ങളുടെ ഒക്കെ ഈ പ്രസംഗങ്ങൾ, ഈ വലിയ വലിയ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട്, അദ്ദേഹം ഒരു കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണെങ്കിലും അദ്ദേഹം പള്ളിയിൽ പോയിട്ടില്ല. ധ്യാനയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നും പള്ളി കയറിയിട്ടില്ല, ഒരു രീതിയിലും അതിനോട് സഹകരിച്ചിട്ടില്ല. ഇദ്ദേഹത്തെ വലിയ വലിയ പ്രഗത്ഭമായ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ, വലിയ വലിയ കൺവെൻഷനുകളൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അതിനകത്തൊന്നും സമ്മതിക്കാതെ ഒരു നിരീശ്വരവാദിയായിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവമില്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി ഈ ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന മനുഷ്യൻ നടന്നു. അങ്ങനെ ഒരിക്കല് ഇദ്ദേഹത്തിന് ഒരു 19 വയസ്സൊക്കെ ആയ സമയമാണ്. ഒരിക്കലും ഇദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിന്റെ ജോയിന്റിന് വളരെ വേദന. ഡോക്ടർമാരുടെ ഇടയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സർജറി വേണം, ഓപ്പറേഷൻ വേണം. അങ്ങനെ ഒരു ചെറിയ ഓപ്പറേഷന്റെ ആവശ്യമുള്ളൂ, മാറിക്കോളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ഗ്ലാഡ്സ്റ്റൺ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അമേരിക്കയിലെ പ്രിയപ്പെട്ടവരെ അവിടെ ഓപ്പറേഷന് വിധേയനായി 10-15 ദിവസത്തോളം അവിടെ കിടക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം ICU കിടന്നു. അതിന് ശേഷം റൂമിലേക്ക് മാറ്റിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഗ്ലാഡ്സ്റ്റനെ നോക്കുവാൻ നിയോഗിത ആയ സിസ്റ്റർ ഒരു മലയാളി സിസ്റ്ററാണ്, ഒരു മലയാളിയാണ്. ആ നേഴ്സ് ഒരു മലയാളി നേഴ്സാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി ആദ്യത്തെ ദിവസം തന്നെ ഈ ഗ്ലാഡ്സ്റ്റൺ എന്ന് പറയുന്ന ഈ വലിയ പ്രസിദ്ധനാണ്, അവിടെ അമേരിക്ക വലിയ പ്രസിദ്ധനാണ്. ഇദ്ദേഹത്തിന്റെ ഒരിക്കൽ ചെന്നിട്ട് പറഞ്ഞു, താങ്കളെ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് താങ്കളെ ശുശ്രൂഷിക്കുവാൻ. ഇതിനുള്ള നിയോഗം എനിക്കാണ്. എനിക്കൊരുപാട് അതിനകത്ത് സന്തോഷമുണ്ട്. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ നിശ്ചയമായിട്ടും താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ എടുത്ത വായിക്ക് ഗ്ലാഡ്സ്റ്റൺ പറഞ്ഞു, നീ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്താൽ മതി, എനിക്കൊരു പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഈ ദൈവത്തിൽ നിന്ന് വിശ്വസിക്കത്തില്ല, ചുമ്മാതെ. അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി മാത്രം ചെയ്യുക, മടങ്ങി പോവുക. ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും എന്നോട് പറയുകയും വേണ്ട, ഇവിടെ നിൽക്കുകയും വേണ്ട, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട എന്ന് ഈ മനുഷ്യൻ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞു. ഈ പെൺകുട്ടി എന്നോട് അന്നേരം ഈ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞു, ഈ നേഴ്സ് പറയുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ശുശ്രൂഷിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്, ഞാൻ എൻ്റെ കടമ ചെയ്യും. അത് തള്ളിക്കളയുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇയാളുടെ ഇഷ്ടം, സാറിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ള എൻ്റെ കടമ ഞാൻ നിശ്ചയമായിട്ടും ചെയ്തിരിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും പെൺകുട്ടി ഈ മനുഷ്യന്റെ ഇരിക്കിലേക്ക് ചെല്ലുമ്പോൾ ഈ മനുഷ്യനോട് പറയാൻ തുടങ്ങി, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങ് ചൊറിഞ്ഞു കയറി വരും. ഈ മനുഷ്യൻ ചീത്തയൊക്കെ വിളിക്കും. എങ്കിലും ഈ പെങ്കുച്ചു പറയും, ഈ മനുഷ്യന്റെ ഇരിക്കുക എപ്പോൾ ചെന്നാലും പറയും, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഇത്രയും പറയുന്നുള്ളൂ, യേശു താങ്കളെ സ്നേഹിക്കുന്നു എന്ന് ഈ നേഴ്സ് പറയും. യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഈ മനുഷ്യൻ ആദ്യമൊക്കെ ചീത്ത വിളിക്കുന്നത്, പിന്നെ ദേഷ്യപ്പെടുക, പിന്നെ ഈ മനുഷ്യൻ ഒന്നും മിണ്ടാതായി. അങ്ങനെ ഓരോ ദിവസം കഴിയാൻ തുടങ്ങി. കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഡിസ്ചാർജ് ആയി. ഡിസ്ചാർജ് ആയപ്പോൾ പ്രിയപ്പെട്ടവർ, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ട്, സുഹൃത്തുക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മനുഷ്യൻ എല്ലാവരും വീട്ടിൽ പോയി ഡിസ്ചാർജ് ഒക്കെ ആയി സംഭവം എല്ലാം പാക്കൊക്കെ ചെയ്തു. തൻ്റെ എല്ലാ ജോലിക്കാരെല്ലാം വന്ന് പാക്ക് ചെയ്തു. ഈ മനുഷ്യൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി ഈ മനുഷ്യൻ കാറയിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഈ മനുഷ്യൻ കാണുന്നത്, ആ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുണ്ട്. ഈ ചാപ്പലില്
ഈ ചാപ്പൽ പെട്ടെന്ന് കാണുകയാണ്. ഈ ചാപ്പൽ പെട്ടെന്ന് ഇദ്ദേഹം കണ്ടു. പെട്ടെന്ന് ഈ മനുഷ്യൻ കാറെ കയറാതെ അവിടെ നിന്ന് തിരിഞ്ഞ് ചാപ്പലിലേക്ക് നടന്നു. അപ്പൊ ഈ കൂടെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ നിരീശ്വരവാദികളായിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവരങ്ങ് ഞെട്ടിപ്പോയി. ഇയാളെന്നെ കാണിക്കണേ, ദേ ചാപ്പലിലേക്ക്. നിരീശ്വരവാദി ഈ മനുഷ്യൻ എന്തിനാ ചാപ്പലിലേക്ക് പോവാ? ഇവര് പുറകെ നിന്ന് എങ്ങോട്ടേക്ക് പോവാ? ഈ മനുഷ്യൻ ഒന്നും മിണ്ടുന്നില്ല. നേരെ ചാപ്പലിനകത്തേക്ക് ചെന്നു. ചാപ്പലിനകത്തേക്ക് ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്നു, മുട്ടയെ കുത്തി അങ്ങ് നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അടിച്ചു കെട്ടി ആ ചാപ്പലിലേക്ക് അങ്ങ് വീണു. ഈ മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞോണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഏറെ വൈകിപ്പോയി. ഇത് തന്നെ ഈ മനുഷ്യൻ പുലമ്പിക്കൊണ്ടിരിക്കുക. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഏറെ വൈകിപ്പോയി എന്ന് ഈ മനുഷ്യൻ കടന്ന് ഇങ്ങനെ നിലവിളിക്കും. ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് മഞ്ഞളിച്ചു. ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ മുഖം അങ്ങ് മഞ്ഞളിച്ചു. എന്താണ് സംഭവിക്കുക? ഇത്ര പ്രസിദ്ധനായ മനുഷ്യൻ, അവിടെയുള്ള നിരീശ്വരവാദികളുടെ ഒക്കെ തലവനായിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യന് എന്താണ് സംഭവിക്കുക? ഈ മനുഷ്യൻ കുറെ അധികം സമയം ഈ ചാപ്പലിൽ കടന്ന് കരഞ്ഞു. അതിനുശേഷം ഈ മനുഷ്യൻ എഴുന്നേറ്റു. ചാപ്പലിന് വെളിയിലേക്ക് കരഞ്ഞ് വിങ്ങിയ മുഖവുമായിട്ട് ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യന്റെ ഭാര്യ ഉൾപ്പെടുന്ന ബന്ധുക്കൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറ. എന്താ നിങ്ങളുടെ വിഷയം? നിങ്ങൾക്ക് എന്ത്? ഇതാ നിരീശ്വരവാദിയായിട്ട് നിങ്ങൾ ഇത്ര കോലാഹലം ഉണ്ടാക്കി നടന്ന മനുഷ്യൻ ഇതാ ഒരു ഓപ്പറേഷന് കയറി തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ വലിയ കൊടികുത്തിയ ഭക്തനായി. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്. എന്നെ ശുശ്രൂഷിച്ച ഒരു മലയാളി നേഴ്സുണ്ട്, ഒരു ഇന്ത്യൻ ഒരു മലയാളി നേഴ്സുണ്ട്. ഇവള് എല്ലാ ദിവസവും എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ദേഷ്യപ്പെട്ടു, നീ എനിക്കോട്ട് പ്രാർത്ഥിക്കണ്ട, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ അടുത്ത ദിവസം മുതൽ ഇവള് എന്നെ കാണുമ്പോൾ എല്ലാം എന്നോട് പറയാൻ തുടങ്ങി, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു സാർ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എനിക്കിത് ആദ്യം കേൾക്കുമ്പോൾ ദേഷ്യമായിരുന്നു, ഞാൻ ബഹളമൊക്കെ വെച്ചു. പക്ഷേ ഒരു കാര്യം പിന്നീട് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഈ പെൺകുട്ടി എൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശാന്തതയും ഒരു സമാധാനവുമാണ് എൻ്റെ മുറിക്കകത്ത്. എനിക്ക് വേദനയോ അസ്വസ്ഥതയോ ഞാനിങ്ങനെ ഒന്നും കടന്നിട്ടുള്ള ഒരാളല്ല. അപ്പൊ എനിക്ക് ജോലിയുടെ പല ടെൻഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ എന്തെന്നില്ലാതെ ഈ പെൺകുട്ടി മുറിക്കകത്തുള്ളപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സ്വസ്ഥതയാണ്, എന്തെന്നില്ലാത്ത സമാധാനമാണ്. ഞാൻ എത്ര ചീത്ത വിളിച്ചാൽ ഇവള് ചിരിച്ചോണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഇവള് പറയുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. ഓരോ ദിവസം കഴിയുന്തോറും ഈ പെൺകുട്ടിയുടെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും ഈ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിക്കാൻ തുടങ്ങി. ഇവൾ എൻ്റെ അരികിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം, ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിക്കാത്ത പണമോ എൻ്റെ ചിന്തകളോ ഒന്നും എനിക്ക്, എൻ്റെ കുടുംബമഹിമയോ ഒന്നിനും എനിക്ക് നൽകാത്ത എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്തൊരു ശാന്തി ഇവൾ എൻ്റെ അരികിൽ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ആലോചിച്ചു, ഇതെന്താണ് ഇവളുടെ പ്രത്യേകത? എനിക്ക് മനസ്സിലായി, അവളുടെ കൂടെ അവളുടെ ദൈവം യേശു ഉണ്ട്. എനിക്ക് ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് ഈ സമാധാനവും ഈ ശാന്തിയും എനിക്ക് അനുഭവിക്കണം. ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ. എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ബൈബിളിനെതിരെ, ദൈവത്തിനെതിരെ കുറെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ച് ഇത് പുലമ്പി എനിക്ക് ഇങ്ങനെ സമാധാനം കിട്ടിയൊരു ജീവിതം നയിക്കാൻ മേല. എനിക്കിനി അവളോടൊപ്പം, അവൾ എന്നോടൊപ്പം ആയിരുന്നപ്പോൾ അവളുടെ കൂടെയുള്ള യേശുവിൻ്റെ അവളുടെ കൂടെയുള്ള ആ ദൈവത്തിൻ്റെ അവളുടെ ആ ദൈവാനുഭവം എനിക്ക് പകർന്നു കിട്ടിയെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സന്തോഷ സമാധാനം അതെൻ്റെ ജീവിതകാലം മുഴുവൻ, മരണശേഷവും എനിക്ക് എൻ്റെ ആത്മാവിനെ അനുഭവിക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ക്രിസ്ത്യാനിയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം മനസ്സിലാക്കുക, ഈ മനുഷ്യൻ ധ്യാനമൊന്നും കൂടിയിട്ടില്ല. ഈ മനുഷ്യൻ്റെ ഒരിക്കൽ ധ്യാന ഗുരുവായിരിക്കുന്ന ഒരു മനുഷ്യൻ കൗൺസിലിങ്ങിനൊന്നും ചെന്നിട്ടില്ല, ഒന്നുമില്ല. ഒരു സാധാരണ ഒരു നേഴ്സ് വെച്ച് ഇത്രേ പറഞ്ഞുള്ളൂ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവളുടെ ആ സാന്നിധ്യമാണ് ഈ അമേരിക്കയിലെ ഗ്ലാസ്റ്റൺ എന്ന് പറയുന്ന ഏറ്റവും കൊടികുത്തിയ നിരീശ്വര വാദികളുടെ ഒരു ജഡ്ജിയാണ് അദ്ദേഹം. അവിടുത്തെ ഒരു വലിയ കോർട്ടിലെ, സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറിയത് ഈ ഒരു പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയ ദൈവാനുഭവമാണ്. അവൾ പ്രസംഗിച്ചില്ല, അകപ്പാടെ അവൾ പറഞ്ഞത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. അവൾ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവാനുഭവം, ആ ഒരു സമാധാനം, ശാന്തി, ഇതൊരു മനുഷ്യനെ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റി. അപ്പൊ ഇതാണ് ഒരു ശിഷ്യന്റെ പ്രത്യേകത. ഇതാണൊരു ശിഷ്യന്റെ പ്രത്യേകത. ജനക്കൂട്ടവും ശിഷ്യനും രണ്ടു തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുക. ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കണം. അവൻ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രത്യേകത എന്താ? നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഉള്ള ദൈവാനുഭവം കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും രീതിയും സംസാരവുമാണോ എൻ്റെ ഇത്?
പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജനക്കൂട്ടത്തിന്റെ ഭാഗത്താണ് ഞാനെങ്കിൽ ഒരു സത്യം മനസ്സിലാക്കിക്കോണം. എൻ്റെ കർത്താവ് എന്നെ മാറ്റി നിർത്തുന്ന ഒരു ദിവസം വരും. എൻ്റെ കർത്താവ് എന്നെ മാറ്റി നിർത്തുന്ന ഒരു ദിവസം വന്നു. അന്ന് ഇവിടെ അച്ഛന്മാരോട് വാദിച്ച് ജയിക്കുന്ന പോലെ ഒന്നും തമ്പുരാനോട് വാദിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. അന്ന് നിസ്സഹായനായിട്ട് കണ്ണുനീരൊഴുകിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ജനക്കൂട്ടത്തെ പോലെ ആയിക്കഴിഞ്ഞാൽ നീയും ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടം കൊണ്ട് തീരുകയാ. ഇതിനപ്പുറം പ്രിയപ്പെട്ടവരെ, എനിക്കെൻ്റെ ദൈവത്തെ ആവശ്യമുണ്ട്. ഇതിനപ്പുറം എനിക്കൊരു നിത്യജീവന്റെ സൗഭാഗ്യകരമായ അനുഭവം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഈ അനുഭവത്തെ ഞാൻ നേടണമെങ്കിൽ ഞാൻ ഈ സാധാ ജനക്കൂട്ടത്തിന്റെ കൂടെ കൂടിയാൽ പോരാ. ഞാൻ ആ ശിഷ്യന്റെ അനുഭവത്തിലേക്ക്, ആഴമായ ദൈവാനുഭവത്തിലേക്ക്, എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവത്തിലേക്കല്ല പ്രിയപ്പെട്ടവരെ, അതിലുപരിയായിട്ടുള്ള ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മൾ വരേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാധാ ഒരു ജനക്കൂട്ടം, ഒരു നാമമാത്ര ക്രിസ്ത്യാനിയാകാനല്ല ദൈവം നമ്മളെ വിളിക്കുക. അതിലുപരി ഒരു ശിഷ്യനാകാനാ. എങ്ങനെയാണ് ഒരു ശിഷ്യനാകാനാ? ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെല്ലൂർക്ക് പോയത്. അന്ന് എന്നെ വളരെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യം ഞാൻ ഇന്ന് ഓർമ്മ വന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞങ്ങൾക്കിങ്ങനെ വെല്ലൂര് ഒരു മാസത്തോളം പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 6 ഷമ്മാശന്മാരുണ്ട്. ഞങ്ങളിങ്ങനെ സെമിനാരിൽ ഞങ്ങളുടെ ഒരേ വാച്ചിൽപ്പെട്ട 6 ഷമ്മാശന്മാരുണ്ട്. പ്രിയപ്പെട്ട ഒരു പ്രാക്ടിക്കലിന് വിടുന്നു. ഇപ്പോൾ അടുത്ത ഡിസംബറിൽ ഒരു മാസത്തേക്ക് നമ്മുടെ തീരുവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഷമ്മാശന്മാരെ വിടുന്നുണ്ട്. സെമിനാരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ വെല്ലൂർക്ക് വിട്ടതാ. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നപ്പോൾ ഈ വെല്ലൂര് എന്നിട്ടുള്ളവർക്കറിയാം 2-3 തലത്തിൽ ഉണ്ട് അവിടുത്തെ രീതി. ഒന്ന് വളരെ തീരെ ജനറൽ വാർഡുണ്ട് എന്ന് പറഞ്ഞാൽ തീരെ ഗതിയില്ലാത്തങ്ങൾ ഒക്കെ അവിടെയായിരിക്കും ജനറൽ വാർഡ്. കുറച്ചും കൂടെ പണമുള്ള ഒരു മീഡിയം ലെവലുള്ളവർക്ക് ഉള്ള സംവിധാനങ്ങളുണ്ട്. വളരെ എന്താ പറയുക, ഡീലക്സ് റൂമോ വളരെ എക്സിക്യൂട്ടീവ് രീതിയിലുള്ള ആളുകൾക്ക് നല്ല പണം മുടക്കി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും മാറി മാറിയാണ് ഓരോരുത്തരത്തേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ജനറൽ വാർഡിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ ഞങ്ങൾക്ക് ആളുകളെ കാണാനും സംസാരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ അവിടെ വെല്ലൂര് CMCയിൽ സത്യം പറഞ്ഞാൽ അവിടെ പല ദേശത്തിൽ നിന്ന് വന്ന, പല ഭാഷയിൽപ്പെട്ട, പല സംസ്കാരത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ ജനറൽ വാർഡിലൂടെ എന്ന പല ഭാഷയിലും, പല സംസ്കാരത്തിലും, പല രീതിയിലും പെട്ട, പല ദേശത്തു നിന്ന് വന്ന ആളുകളാണ് ഒരു വാർഡിൽ തന്നെ കിടക്കുക. ഇവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പ്രത്യേകിച്ചും ഈ ഞങ്ങളിങ്ങനെ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് എന്ന് കഴിയുമ്പോൾ ഇവര് വേറൊരു തലത്തിലാണ് നമ്മളെ കാണുക. അവരുടെ അടുക്കൽ ചിലർ നമ്മളെ ചീത്ത പറഞ്ഞൊക്കെ മാറ്റും. കാര്യം അവർക്ക് ഇതൊക്കെ കാണുന്നത് വേറെ രീതിയിലുള്ള, അതുപോലെ തീവ്രതയുള്ള, ഈ പലതരത്തിൽ തങ്ങളുടെ മതത്തോട് തീവ്രതയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകളൊന്നും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. എങ്ങനെ? അപ്പം ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു തീസിസ് ഉണ്ട്. ഇവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ഒരു രീതിയിലും ഞങ്ങളെ അടുപ്പിക്കുന്നില്ല. ഞങ്ങൾ നിരാശരായിട്ട് അങ്ങ് 2-3 ദിവസമൊക്കെ ചെന്നു. ഒരു ദിവസം പ്രിയപ്പെട്ട 1-2 ദിവസം കഴിഞ്ഞു. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതുപോലെ ആ വാർഡിലേക്ക് വീണ്ടും ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മാറി മാറി ചെന്നപ്പോഴത്തേക്കിന് ഒരു പ്രായമായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൂടെ ആരും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബൈസ്റ്റാൻഡർ ഉള്ളതാ, കൂടെ ഒരാളുള്ളതാ. ആ വ്യക്തി സ്ത്രീ ഉള്ളതാ. അത് എങ്ങോട്ടോ പോയി. ഈ മനുഷ്യൻ തന്നെ കിടക്കുകയാണ്. ഈ മനുഷ്യൻ്റെ അരികിൽ കൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഭയങ്കരമായ ഒരു ദുർഗന്ധം. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേക്കാൻ സാധിക്കാതെ തളർന്നു കിടക്കുകയാണ്. ഈ മനുഷ്യൻ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കിടക്കുകയാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ദുർഗന്ധമാണ്. ഈ മനുഷ്യൻ അതിൻ്റെ അസ്വസ്ഥതയുണ്ട്, നന്നായിട്ടുണ്ട്. എന്തോ മരുന്ന് മേടിക്കാനാകാണ്ട് ഭാര്യ എങ്ങാണ്ട് പോയേക്കിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്ന്, ഞങ്ങൾ 6 ഷമ്മാശന്മാരുണ്ട്. ഞങ്ങൾ ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളെ പലപ്പോഴും മാറ്റി ഓടിച്ചിട്ടുള്ളതാണ്. ഈ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഈ മനുഷ്യൻ ദയനീയമായിട്ട് ഞങ്ങളെ നോക്കി. ഞങ്ങൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് പതുക്കെ ഞങ്ങൾ വലിഞ്ഞു പോരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ളൊരു ബൈജു ഷമ്മാശൻ, ഈ പുള്ളി ചെയ്തൊരു പരിപാടിയുണ്ട്. ഈ പുള്ളി എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്നിട്ട്, പ്രിയപ്പെട്ടവരെ, നേഴ്സുമാരുടെ റൂമുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നേഴ്സുമാർ ആരും ഇല്ല ഇതിനകത്ത്. ഞങ്ങൾ നോക്കിയിരിക്കും ഈ മനുഷ്യൻ കുപ്പായൊക്കെ അങ്ങോട്ട് ഊരി തൂക്കിയിട്ടു. ഞാൻ ചോദിച്ചു, എന്നാ പരിപാടി? ഈ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളവും ചൂടുവെള്ളവും ഇതൊക്കെ എടുത്ത് ഈ മനുഷ്യൻ പ്രിയപ്പെട്ട ഗ്ലൗസ് തപ്പിയിട്ട് ഗ്ലൗസൊന്നും ഇല്ല. ഈ മനുഷ്യൻ അങ്ങോട്ട് വന്ന് പ്രിയപ്പെട്ടവരെ ഈ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന ഈ മനുഷ്യനെ തിരിച്ചു കിടക്കി ഈ മലവും മൂത്രമെല്ലാം കോരി മാറ്റി കഴുകാൻ തുടങ്ങി. ഈ സമയത്ത് ഈ മനുഷ്യൻ ഹിന്ദിയിൽ പറയുന്നുണ്ട്, ഫാദർ, അവർക്ക് ഷമ്മാശൻ ഏതാ അച്ഛനാണെന്നും അറിയത്തില്ല, ഫാദർ നിങ്ങളിത് ചെയ്യരുത്.
ഈ മനുഷ്യൻ പറയുക, ഈ മനുഷ്യൻ വല്ലാതെ അങ്ങ് വേദനിക്കുക, ഈ മനുഷ്യൻ വല്ലാതെ അങ്ങ് അസ്വസ്ഥരാകുക. നിങ്ങൾ ദയവ് ഇത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അങ്ങ് വല്ലാതെ അസ്വസ്ഥപ്പെടുക. ഞങ്ങൾക്ക് പോലും ഒരു അറമ്പ, ഞങ്ങളൊക്കെ അല്പം ഇങ്ങനെ വെട്ടി നിൽക്കുമ്പോൾ ഈ പുള്ളി ഒരു കുലുക്കവും ഇല്ലാതെ അങ്ങോട്ട് എന്നത് മുഴുവൻ പുള്ളി വരിക്കോലിക്കാരനാണ്. നമ്മുടെ കോലഞ്ചേരി അപ്പുറം ഈ പുള്ളി ഇത് മുഴുവൻ കോരി പ്രിയപ്പെട്ടവർ മാറ്റി ഈ മനുഷ്യനെ കഴുകി തുടച്ച് പ്രിയപ്പെട്ടവർ അവിടെ ഇട്ടു. ഞാനൊക്കെ ഇതിൻ്റെ ലീഡറാണെങ്കിലും നമ്മൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും മാറി ഞാനും ഒക്കെ ഇങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കുക. അവസാന ഘട്ടമൊക്കെ ആയപ്പോൾ ഞങ്ങളുമൊക്കെ കൂടി പ്രിയപ്പെട്ടവരെ ഇത്രയും സംഭവമൊക്കെ കഴിഞ്ഞ് ഈ മനുഷ്യനെ നന്നായിട്ട് ഞങ്ങൾ തുടച്ച് അവിടെ കടത്തി. അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഇത് ഈ ചുറ്റും ആ വാർഡിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ആ വാർഡിലുള്ള എല്ലാവരും പ്രിയപ്പെട്ടവർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കൊരു നിമിഷങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവർ ഞങ്ങൾ 6 പേരും കൂടെ ഈ ബെഡിനരികിൽ നിന്ന് പതുക്കെ മാറി ഞങ്ങൾ ആ വാർഡിലൂടെ നടന്നു പോകാൻ ഒരുങ്ങിയപ്പോൾ ആ വാർഡിലുള്ള പല ജാതിയിൽപ്പെട്ട, പല സംസ്കാരത്തിൽപ്പെട്ട, പല ഭാഷയിൽപ്പെട്ട ആളുകളാണ് അവിടെ കിടക്കുക. എല്ലാ മനുഷ്യരും എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ കൈ തൊഴാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യരും എഴുന്നേറ്റ് നിന്ന് ഞങ്ങളിങ്ങനെ തൊഴുത് പിടിച്ച് ഞങ്ങൾ ഏതാണ്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളിങ്ങനെ നടുക്കൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള രോഗികൾ, കടപ്പ് രോഗികൾ കടന്നുകൊണ്ട് കൈകൂപ്പി. പ്രിയപ്പെട്ടവരെ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ നിൽക്കുന്നവരെല്ലാം ഞങ്ങളെ ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് ഇങ്ങനെ തൊഴുത് നിൽക്കുക. ഞങ്ങൾ ഇതിൻ്റെ നടുക്കൂടെ അങ്ങ് നടന്നു പോയി. പ്രിയപ്പെട്ടവർ പിന്നീട് ഞങ്ങളെ അവർ സത്യം പറഞ്ഞാൽ അങ്ങ് ഏറ്റെടുക്കുകയാണ് അവിടെയുള്ള രോഗികൾ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് യഥാർത്ഥ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഒരു അനുഭവം. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേകത അതാ. ഇതുപോലെ സുഗന്ധം പരത്തുന്നവരായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ അതുകൊണ്ട് സുഗന്ധം പരത്തും. നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് ഇങ്ങനെ പോകാനല്ല. അങ്ങനെയാണെങ്കിൽ there is a limit. കർത്താവ് ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചു, സ്ലീഹന്മാരുമായിട്ട് അക്കരയ്ക്ക് പോയി. ഒരു പ്രത്യേക കരുതൽ. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കൊട്ടപ്പടി ഇങ്ങ് കിട്ടുമെന്ന് ചുമ്മാതെയാണ്. പ്രിയപ്പെട്ടവരെ നമ്മുടെ രോഗസൗഖ്യത്തിനൊക്കെ there is a limit. എനിക്ക് ഇന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച തലവേദനയായിട്ട് വന്നിട്ടുള്ളവർക്ക് സൗഖ്യം കിട്ടെങ്കിൽ ഈ ആഴ്ച അവർ നടുവേദനയായിട്ടായിരിക്കും വന്നിരിക്കുന്നുള്ളത്. അപ്പം ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കർത്താവ് ജനക്കൂട്ടത്തെ നിർബന്ധിച്ച് മാറ്റി നിർത്തിയിട്ട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോയി. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പെടേണ്ടത് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഭൗതികമായ നേട്ടങ്ങളുടെ പുറകെ അല്ല നമ്മൾ ഓടേണ്ടത്. ഈ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകേണ്ടത്. നമ്മൾ നിസ്സാരമായിരിക്കുന്ന ഭൗതിക സുഖങ്ങളുടെ പുറകെ നടന്നെല്ലാം നശിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു കൊച്ചു അവന് മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കൊച്ചു മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അവൻ്റെ കഴുത്തേൽ ഒരു നല്ല സ്വർണ്ണമാല കടപ്പുണ്ടെന്ന് വിചാരിച്ചു. ഇവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ട്. ഇവൻ ഈ ചോക്ലേറ്റ് ഒക്കെ തിന്നുകൊണ്ട് പൊളിച്ച് സന്തോഷമായിട്ട് ഇത് തിന്നാൻ ആരംഭിച്ചപ്പോൾ അയലൊക്കത്തെ കുരുത്തം കേട്ട കൊച്ചു ഓടി വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് തട്ടി പറിച്ചുകൊണ്ടങ്ങ് പോയി. ഈ ചോക്ലേറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയപ്പോൾ ഇവന് വലിയ സങ്കടമായി. ഇവനൊരു 3.5 വയസ്സ് അല്ല 4 വയസ്സ് കാണുമെന്ന് വിചാരിച്ചു. ഇവനവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ കരയാൻ തുടങ്ങി. എൻ്റെ ചോക്ലേറ്റുമായിട്ട് പോയി ഭയങ്കര കരച്ചിൽ. ഈ കരച്ചിൽ കേട്ടോണ്ട് അപരിചിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ, വഴിയെ നടന്നുപോയ മനുഷ്യൻ പെട്ടെന്ന് അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? എൻ്റെ ചോക്ലേറ്റുമായിട്ട് ഇതാ ആ അയലോക്കത്തെ അവൻ പോയി. പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുന്നു, ശരി, നിനക്ക് ആ പോയ ചോക്ലേറ്റ് എന്തേലും ഉണ്ട്? അവൻ പറഞ്ഞു, എനിക്ക് ഇത്രയുമുള്ള ചോക്ലേറ്റ് ആണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ചോക്ലേറ്റ് ഇപ്പം നിനക്ക് ഞാൻ കൊണ്ട് തരാം. അങ്ങനെ ഈ മനുഷ്യൻ വലിയൊരു ചോക്ലേറ്റ് കയ്യിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഈ ചോക്ലേറ്റ് നിനക്ക് തരാം, പക്ഷേ എനിക്ക് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ കഴുത്തേ കിടക്കുന്ന മാല എനിക്ക് തരണം. നിന്റെ കഴുത്തേ കിടക്കുന്ന മാല എനിക്ക് തന്നാൽ ഈ വലിയ ചോക്ലേറ്റ്, നിനക്ക് നഷ്ടപ്പെട്ടൊരു വലിയൊരു ചോക്ലേറ്റ് നിനക്ക് അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. ഇവന് ഓക്കെ സമ്മതിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മാല എന്നാ പിടിച്ചോ. അവൻ ആ ചോക്ലേറ്റ് മേടിച്ച് അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അയലൊക്കത്തെ കുരുത്തം കേട്ട കൊച്ചു വന്ന് ഈ ചോക്ലേറ്റ് പ്രിയപ്പെട്ടവര് തട്ടിപ്പറിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ കിടന്ന് ഭയങ്കര കാർച്ച കൂച്ച. ഈ പ്രാവശ്യം കാർച്ചയും കൂച്ചെങ്കിൽ അമ്മ കേട്ടു. അമ്മ ഓടി വന്നു. അമ്മ ചോദിച്ചു, എന്താടാ പ്രശ്നം? എനിക്ക് അമ്മ മേടിച്ച് തന്ന ചോക്ലേറ്റ് അയലോക്കം ആ ഇന്ന ചെറുക്കൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞപ്പോൾ എനിക്കൊരു അപ്പച്ചൻ, ഒരു അങ്കിള് കൊണ്ടുവന്ന് അതിലും വലിയൊരു ചോക്ലേറ്റ് തന്നായിരുന്നു. എൻ്റെ മാല ചോദിച്ചു, മാല ഞാൻ അങ്ങ് കൊടുത്തു. അതിലും വലിയൊരു ചോക്ലേറ്റ് തന്നായിരുന്നു. ആ ചോക്ലേറ്റും പ്രിയപ്പെട്ടവർ, ആ ചോക്ലേറ്റും അയലോക്കത്തെ അവൻ എടുത്തുകൊണ്ട് പോയി. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അമ്മ കരയും ചങ്കത്തടിച്ച്. ചോക്ലേറ്റ് പോയതിനാണോ?
മാല. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ചോക്ലേറ്റിന് പകരം ഈ പയ്യൻ മാല പറിച്ചു കൊടുത്തത്? അവന് തന്നെ കഴുത്ത കിടക്കുന്ന ഈ മാലയുടെ മൂല്യം അറിയത്തില്ല. ഈ ചോക്ലേറ്റിന് കൂടി പോയാൽ 100 രൂപ ആണെങ്കിൽ ചിലപ്പം പ്രിയപ്പെട്ടൊരു 25,000 രൂപയുടെ മാലയുമായിട്ടാണ് പോയത്. ഈ കഴുത്തേ കിടക്കുന്ന മാല, ഇതാണ് ക്രിസ്ത്യാനികളുടെ പ്രശ്നം. ക്രിസ്ത്യാനികളുടെ പ്രശ്നം ഇതാ, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഈ നിസാര ചോക്ലേറ്റുകളുടെ പുറകെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നിസ്സാരമായിരിക്കുന്ന ചോക്ലേറ്റിന്റെ പുറകെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. സ്വർണ്ണമാലയ്ക്ക് പകരം ഈ അറിയാൻ മേലാത്ത ഈ കൊച്ചു പയ്യൻ പ്രിയപ്പെട്ടവരെ തന്റെ മാല ഊരിക്കൊടുത്തെന്ന് പറഞ്ഞതുപോലെ തന്നെ ചിരിക്കണ്ട, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാ. ആത്മാവിനെ നഷ്ടപ്പെടുത്തി, നിത്യജീവനെ നഷ്ടപ്പെടുത്തി പ്രിയപ്പെട്ടവര് നമ്മളെന്താ നിസ്സാരമായിരിക്കുന്ന ഭൗതിക സുഖങ്ങളുടെ പുറകെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ കുഞ്ഞിനെ അറിയത്തില്ല, തൻ്റെ കഴുത്തേ കിടക്കുന്ന ആ സ്വർണത്തിന്റെ മാലയുടെ വില അറിയത്തില്ലാത്ത പോലെ ആത്മാവിന്റെ വില മനസ്സിലാക്കാത്ത നമ്മൾ പ്രിയപ്പെട്ടവരെ മദ്യപാനവും മറ്റ് ദുശീലങ്ങളും പാപകരമായ നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സംസാരം കൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ പാപം ചെയ്ത് നമ്മൾ ഈ ആഴമായ ദൈവാനുഭവങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ മാറ്റിക്കളയുന്ന ഒരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് വചനത്തിലൂടെ നമ്മളോട് പറയുക, നീ നിസ്സാരമായിരിക്കുന്ന ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന ജനക്കൂട്ടത്തെ പോലെ ആയാൽ നിന്നെ തമ്പുരാൻ മാറ്റി നിർത്തുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ നീ അതിലൊക്കെ ഉപരി ദൈവത്തിന് വേണ്ടി, ശിഷ്യന്മാർക്ക് ആഗ്രഹം ദൈവത്തെ നേടണം എന്നായിരുന്നു, ഭൗതിക സുഖങ്ങളല്ല, ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ വേണമെന്നാണ് ശിഷ്യന്മാരുടെ മനോഭാവം. കർത്താവിനെ നേടാൻ പ്രിയപ്പെട്ടവരെ ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ ആയിരിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞ കർത്താവിന് നമ്മുടെ എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം കർത്താവ് നമുക്ക് പ്രാധാന്യം നൽകത്തുള്ളൂ. മനസ്സിലായോ? കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നോ അത്രത്തോളം കർത്താവ് നമുക്ക് പ്രാധാന്യം നൽകും. പ്രിയപ്പെട്ട എറിക് ക്ലിന്റൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ഓട്ടോക്കാരൻ ഉണ്ടായിരുന്നു. ആ ഓട്ടക്കാരന്റെ പ്രത്യേകത, അവൻ 100 മീറ്ററിൽ വളരെ പ്രഗത്ഭനാണ്. വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവമാണ്. വളരെ 100 മീറ്റർ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ്. പ്രിയപ്പെട്ടവർ, വളരെ പ്രഗത്ഭനായ എറിക് ക്ലിന്റൺ പ്രിയപ്പെട്ടവരെ അമേരിക്കക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രഗത്ഭനായ ഓട്ടക്കാരൻ. 100 മീറ്ററിൽ ഈ മനുഷ്യനെ കവച്ചു വെക്കാൻ ആരുമില്ല ആ സമയത്ത്. അങ്ങനെ ഇരിക്കെ പ്രിയപ്പെട്ടവരെ, ഇതാ വലിയൊരു മത്സരം, ഒളിമ്പിക്സ് നടക്കുകയാണ്. അതിന് ഈ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ എറിക് ക്ലിന്റൺ നന്നായിട്ട് ഓടി ജയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലിലെത്തി. ഫൈനൽ വന്നപ്പോഴാണ് ഒരു സംഭവം മനസ്സിലാക്കുക. റഷ്യയിലാണ് ഈ ഒളിമ്പിക്സ് നടക്കുക. ഫൈനലിൽ എത്തിയപ്പോഴാണ് അവർക്കങ്ങനെ ദൈവമൊക്കെ ഇച്ചിരി കുറവാണ് റഷ്യക്കാർക്ക്. ആ സമയത്ത് കമ്മ്യൂണിസം ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണല്ലോ. പ്രിയപ്പെട്ടവർ, അവർ ഞായറാഴ്ച രാവിലെയാണ് ഫൈനൽ വെച്ചത്. കാര്യം മാക്സിമം ആളുകളൊക്കെ കൂടാൻ വേണ്ടി. ഞായറാഴ്ച രാവിലെ ഇപ്പോൾ എറിക് ക്ലിന്റൺ പറഞ്ഞു, ഈ മനുഷ്യൻ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ഈ സമയം ഒന്ന് മാറ്റണം. ഞായറാഴ്ച രാവിലെ എന്ന് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ട സമയമാണ്. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സമയമാണ്. ആരാധനയ്ക്ക് ശേഷമല്ലാതെ ഞാൻ ഓടുകയില്ല. അപ്പോൾ സംഘാടകർ പറഞ്ഞു, അത് ഞങ്ങളുടെ വിഷയമല്ല, നിന്റെ വിഷയമാണ്. നീ ഓടാതിരിക്കുക നിന്റെ വിഷയമാണ്. ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഞായറാഴ്ച രാവിലെ തന്നെ നടത്തിയിരിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ വിവാദപരമായ ഒരു തീരുമാനമാണ് എറിക് ക്ലിന്റൺ എടുത്തു. എറിക് ക്ലിന്റൺ പറഞ്ഞു, ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള ഓട്ടമേ എനിക്കുള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഇതാ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ, ഭരണാധികാരികൾ ഉൾപ്പെടെ എറിക് ക്ലിന്റണോട് പറഞ്ഞു, താങ്കൾ ഇത് ഇങ്ങനെ പറയരുത്, താങ്കൾ ഫൈനൽ ഓടണം, നമ്മുടെ നാടിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എറിക് ക്ലിന്റൺ പറഞ്ഞു, എനിക്ക് ദൈവത്തെക്കാൾ ഉപരിയല്ല എൻ്റെ നാടോ അല്ലെങ്കിൽ ഞാൻ ഈ വലിയ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പ്രൊഫഷൻ ആയിരിക്കുന്ന ഈ ഓട്ടമോ ഒന്നും എനിക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. എനിക്ക് എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല ഇതൊന്നും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഫൈനൽ മത്സരത്തിന് അവിടെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ എറിക് ക്ലിന്റൺ എന്ന് പറഞ്ഞ ഓട്ടക്കാരൻ പള്ളി രാവിലെ കുർബാനയ്ക്ക് പോയി. സംഭവിച്ചത് എന്താ? മറ്റു ആമ്പിള്ളേർ അതിൻ്റെ മെഡലുമായിട്ട് പോയി. ഈ ജനവും മാധ്യമങ്ങളും എല്ലാം എറിക് ക്ലിന്റനെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്തു. ഇവന് ഭീരുവാ, ഇവന് വട്ടാണെന്നൊക്കെ വരെ പറഞ്ഞു. ഇതാ സ്വന്തം നാട്ടുകാർ പോലും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ഇതാ അവൻ ഒരു ദിവസത്തെ കുർബാന അങ്ങ് മുടക്കി ഓടാൻ പോയാൽ എന്തായിരുന്നു? അഭിമാനം കളഞ്ഞല്ലോ, ദേശത്തിന്റെ പേര്, രാജ്യത്തിന്റെ അപമാനമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് നിന്ദിക്കുകയും പരിഹസിക്കുകയും മാധ്യമങ്ങളെല്ലാം ദിവസങ്ങളോളം കൊട്ടി ആഘോഷിക്കപ്പെട്ടു.
എറിക് ക്ലിന്റൺ ഇതൊന്നും ബാധിച്ചില്ല. ഈ മനുഷ്യൻ അവിടെ റഷ്യയിലാണ്. ആ സമയത്താണ് അമേരിക്കയ്ക്ക് വേണ്ടി ഓടാൻ വേണ്ടി 400 മീറ്ററിൽ ആരുമില്ല എന്നുള്ളൊരു സത്യം എറിക് ക്ലിന്റൺ മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ സ്പോർട്സ് കൗൺസിലുമായിട്ട് കോൺടാക്ട് ചെയ്തു. അതിനുശേഷം പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി 400 മീറ്ററിന് ഓടാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഓടാനുള്ള അനുവാദം നൽകണം. അവിടുന്ന് പറഞ്ഞു, താങ്കൾക്ക് 100 മീറ്റർ മാത്രം ഓടിയുള്ള ഒരു അനുഭവ പരിചയമാണുള്ളത്, താങ്കളെ കൊണ്ട് 400 മീറ്റർ ഓടാൻ സാധിക്കത്തില്ല, അത് താങ്കൾ തോറ്റുപോകും. ഇദ്ദേഹം വീണ്ടും വായിച്ചു, ദയവേദി എനിക്കൊരു അവസരം നൽകണം. എടുക്കാൻ പ്രിയപ്പെട്ടവരെ, അമേരിക്ക അദ്ദേഹത്തിന് 400 മീറ്ററിൽ ഓടാനുള്ള അനുവാദം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഓടാൻ ചെന്നപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഇദ്ദേഹത്തെ കൂയി വിളിച്ചു. കാരണം ഇദ്ദേഹം കുർബാനയ്ക്ക് പോയെന്ന് പറഞ്ഞ് ഫൈനൽ ഓടാതെ വീരുവാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെല്ലാം കൂകി വിളിച്ചു. പ്ലക്കാർഡുകളുമായിട്ട് ഇവനെ ഓടിക്കാൻ പാടില്ല, ഇവൻ ഭീരുവാണ്, ഇവൻ മണ്ടനാണ്, പൊട്ടനാണ്, ഇവന് വട്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ പ്ലക്കാർഡുകളൊക്കെ ആയിട്ട് ജനങ്ങൾ മുഴുവൻ കയറി. ഈ മനുഷ്യൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഓടാൻ വേണ്ടി ഇപ്പൊ 400 മീറ്റർ എന്ന് പറഞ്ഞാൽ 4 റൗണ്ട് ഓടണം. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന് ഇത് ഓടി വലിയ ശീലമില്ല. പ്രിയപ്പെട്ടവർ, അതിനൊരു ടെക്നിക്കുണ്ട്. ആ രീതിയിൽ ഓടിയാലേ ഇത് 4 റൗണ്ട് പൂർത്തീകരിക്കാൻ ഒക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഓടാൻ ആരംഭിച്ചു. അദ്ദേഹം പ്രിയപ്പെട്ടവരെ 100 മീറ്റർ ഓടുന്ന സ്റ്റൈലിൽ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. ആ ശൈലിയിൽ അദ്ദേഹം ഓടാൻ തുടങ്ങി. 1-ാം റൗണ്ട് കഴിഞ്ഞു. 2-ാം റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ ഏറ്റവും പുറകിലായി. ജനം മുഴുവൻ കൂവി വിളിക്കാൻ തുടങ്ങി. 3-ാം റൗണ്ട് കഴിഞ്ഞു. 3-ാം റൗണ്ട് ആയപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഏറ്റവും പുറകിൽ, ഒരുപാട് ആ ഓടുന്നവരിൽ നിന്നൊക്കെ ഒരുപാട് പുറകിലായി. ഈ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. താൻ നാണം കെടുകയാണ്. താൻ നാണം കെടുക, തൻ്റെ രാജ്യം നാണം കെടുകയാണ്. അയ്യോ, ഈ ജനം മുഴുവൻ തന്നെ കൂവി വിളിച്ചുകൊണ്ടിരിക്കുക, ഒരു രീതിയിലും തനിക്ക് ഒന്നും സാധിക്കുന്നില്ല. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ, ഈ ഓട്ടക്കാരൻ പ്രിയപ്പെട്ടവരെ ചങ്ക് പൊട്ടി വിളിക്കാൻ തുടങ്ങി. എൻ്റെ യേശു എന്ന് ഈ മനുഷ്യൻ ചങ്കിനകത്ത് വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ അനുഭവ ചരിത്രത്തിൽ പറയുന്ന, ആത്മകഥയ്ക്കകത്ത് പറയുന്നതാണ്. പെട്ടെന്ന് ഈ മനുഷ്യന്റെ രണ്ട് ചെവിയിലും എന്തെന്നില്ലാത്തൊരു തണുത്ത കാറ്റിങ്ങനെ ആരാട് ഊതുന്ന പോലെ ഈ മനുഷ്യന് തോന്നുകയാണ്. ഈ മനുഷ്യന് പെട്ടെന്ന്, ഈ മനുഷ്യൻ പോലും അറിയാതെ അവസാന റൗണ്ടിൽ 4-ാം റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേഗത കൂടി, റോക്കറ്റ് വിട്ടതുപോലെ ഈ മനുഷ്യൻ ഓടുകയാ. ഓടി പ്രിയപ്പെട്ടവരെ, ആ റിബൺ ഭേദിച്ച് ഏറ്റവും പുറകിലായിരുന്ന മനുഷ്യൻ ഏറ്റവും പുറകിൽ തൻ്റെ മുമ്പിലുള്ള 1-ാമത്തെ ആളെ ഈ മനുഷ്യൻ കവർ ചെയ്തു. 2-ാമത്തെ ആളെ കവർ ചെയ്തു. 3-ാമത്തെ ആളെ കവർ ചെയ്തു. വർഷങ്ങളായിട്ട് 400 മീറ്ററിൽ സ്വർണം നേടിക്കൊണ്ടിരിക്കുന്നവനെ പോലും കവർ ചെയ്ത് പ്രിയപ്പെട്ടവരെ അവസാന റൗണ്ടിൽ വെച്ച് ഈ മനുഷ്യൻ ഓടി പ്രിയപ്പെട്ടവരെ റിബൺ ഭേദിച്ച് കമഴ്ന്നടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ആ ട്രാക്കിൽ അങ്ങ് വീണു. ഈ മനുഷ്യൻ തനിക്കുള്ള ആ സ്വർണ്ണ മെഡൽ മേടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇന്ന് ഓടിയത് എറിക് ക്ലിന്റൺ അല്ല, ഇന്ന് ഓടിയത് എനിക്ക് വേണ്ടി ഓടിയത് എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഞാൻ ഓട്ടമെന്ന പറഞ്ഞ പരിപാടി നിർത്തി. ഇന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുമെന്ന് ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പരസ്യമായിട്ട് മാധ്യമങ്ങളെല്ലാം നോക്കിയിരിക്കെ ആ മനുഷ്യൻ മൈക്കിലൂടെ വിളിച്ചു പറയാനിടയായി. 94 വയസ്സ് വരെ പിന്നീട് ഈ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഒരു സുവിശേഷകനായിട്ട് ജീവിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ബഹുമാനിക്കുന്നവനെ ദൈവവും ബഹുമാനിക്കും. ദൈവത്തിന് നമ്മൾ എത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രത്തോളം പ്രാധാന്യം ദൈവം നമുക്കും തരും. അതുകൊണ്ട് കേവലം അപ്പത്തിന് വേണ്ടി വന്ന, കേവലം പ്രിയപ്പെട്ടവരെ കുറെ പ്രയോജനങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൽ നിന്ന് കുറച്ച് പ്രയോജനങ്ങൾക്ക് വേണ്ടി വന്ന ഒരു ആ ജനക്കൂട്ടത്തെ പോലെ അല്ല. അതിലുപരി പ്രിയപ്പെട്ടവരെ, ആഴമായിട്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ സ്ലീഹന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് യാത്രയാകുമ്പോൾ കൊടിയതായ കാറ്റ് അടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സഹനത്തിന്റെ കൊടുങ്കാറ്റുകൾ വന്നുകൊണ്ടിരിക്കും. സഹനത്തിന്റെ കൊടുങ്കാറ്റില്ലാത്ത ആരുമില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹനത്തിന്റെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കിക്കോണം, എല്ലാവരും ശ്രദ്ധിക്കണമേ, ഒരു സത്യം മനസ്സിലാക്കിക്കോണം, ഒരിക്കലും നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സഹനത്തിന്റെ അപ്രതീക്ഷിതമായ സഹനത്തിന്റെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ നമ്മൾ കാണുന്നു, കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു, വഞ്ചി മുങ്ങിപ്പോകുന്ന അനുഭവത്തിലേക്ക് വരുന്നു. 1-ാം യാമം കഴിഞ്ഞു, 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമം കഴിഞ്ഞു, 4-ാം യാമത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സത്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു 4-ാം യാമം കടന്നു വരും. ഒരു പക്ഷേ സഹനത്തിന്റെ മധ്യേ നിങ്ങൾ ഇന്ന് 1-ാം യാമത്തിലൂടെയോ 2-ാം യാമത്തിലൂടെയോ 3-ാം യാമത്തിലൂടെ കടന്നു പോകുന്നവരാ. പക്ഷേ നിങ്ങൾ സത്യം മനസ്സിലാക്കിക്കോ, ഈ സ്ലീഹന്മാർക്കുണ്ടായതുപോലെ ഒരു 4-ാം യാമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു 4-ാം യാമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്.
അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല. ഇന്ന് ഇതാ ക്രിസ്തു സാന്നിധ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതാ രോഗത്തിന്റെ പീഡകൾ, സാമ്പത്തിക പ്രതിസന്ധികളുടെ, കടങ്ങളുടെ ഒക്കെ പീഡകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കുകയോ, ഈ 4-ാം യാമം എന്ന് പറയുന്ന ഒരു യാമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ 4-ാം യാമം നിങ്ങൾ ഒരിക്കലും മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. മുങ്ങിപ്പോകുന്നു നിങ്ങൾക്ക് തോന്നും, പക്ഷെ ദൈവം നിങ്ങളെ മുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല. 4-ാം യാമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നവരോട് ദൈവം പറയുന്ന ഒരു കാര്യമാവും, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ 1-ാം യാമമായിരിക്കാം, 2-ാം യാമമായിരിക്കാം, 3-ാം യാമമായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിൽ 4-ാം യാമം വരും. 4-ാം യാമത്തിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും, ഉറപ്പാണ്. 4-ാം യാമം നിന്റെ ജീവിതത്തിൽ ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ട്. അന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് എപ്പോഴാണോ ഇടപെടുന്നത് അന്നേരം വരെ നീ ഈ ഓളങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് ഈ പ്രശ്നങ്ങളുടെ സഹനത്തിന്റെ കാറ്റടിച്ച് നിന്റെ വഞ്ചി, ജീവിതമാകുന്ന വഞ്ചി ഇങ്ങനെ കിടന്ന് ഓളം വെട്ടുകയും നീ മുങ്ങിപ്പോകുന്നു, നീ തീരുന്നു എന്നൊക്കെ നിനക്ക് തോന്നും. പക്ഷെ ഒരിക്കലും മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല, ഒരിക്കലും മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇന്ന് മറുപടി കിട്ടിയില്ലെന്ന് വരും, പക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണുനീരിന് മറുപടി ഇല്ലാതെ പോവുകയില്ല. അതുകൊണ്ട് നാമമാത്ര ക്രിസ്ത്യാനികളാകാതെ ദൈവത്തോട് ചേർന്ന് ആഴമായ ദൈവാനുഭവത്തോടു കൂടി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും വിളിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ കേവലം ഒരു നാമമാത്ര ക്രിസ്ത്യാനിയാകാനല്ല ദൈവം എന്നെ വിളിക്കുക. അതിലുപരി ഒരു നാമമാത്ര ക്രിസ്ത്യാനിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ മാറ്റി നിർത്തപ്പെടും. പക്ഷേ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് നീ വരിക, ശിഷ്യത്വത്തിൻ്റെതായ സുഗന്ധം നീ വീശുക, ദൈവത്തെ ഗൗരവത്തിലെടുക്കുക. ഇതാ നമ്മൾ നിരവധി അനുഭവങ്ങൾ കണ്ടു. ദൈവത്തെ ഗൗരവത്തിലെടുത്ത ആ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന നിരവധി മക്കളെ നിരവധി അനുഭവങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ യഥാർത്ഥമായ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഇങ്ങനെ പമ്മി പതുങ്ങി ഇരിക്കാനല്ല ദൈവം വിളിക്കുക. ദൈവം നിന്നെ വിളിക്കുക, ഇതാ ആ ക്രിസ്തുവിന്റെ ആഴമായ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ആ സ്ലീഹന്മാർ വന്നതുപോലെ, ശിഷ്യന്മാർ വന്നതുപോലെ ആഴമായി പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ ചങ്ങക്കെ വെച്ച് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ ഉള്ള ആ ആഴമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ വിളിക്കുക. ഈ സമയം എല്ലാവരും കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിന്റെ തേച്ചൂളയിൽപ്പെട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന മക്കളോട്, പ്രതിസന്ധികളുടെ കാണാ കയത്തിൽപ്പെട്ട് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന മക്കളോട് എന്നീ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും നിന്റെ ജീവിതത്തിലും ഒരു 4-ാം യാമം കടന്നു വരും. നിന്റെ ജീവിതത്തിൽ ഒരു 4-ാം യാമം കടന്നു വരും, നിശ്ചയമായിട്ട് കടന്നു വരും. ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു 4-ാം യാമം ഉറപ്പായിട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ നിന്റെ ജീവിതമാകുന്ന ആ വഞ്ചി മുങ്ങിപ്പോകുന്ന ഉള്ള അനുഭവത്തിൽ നീ പതറുമ്പോൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതത്തിലും ആ 4-ാം യാമം കടന്നു വരും. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഒരിക്കലും നീ മുങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ സമയം പ്രതിസന്ധികളുടെ മധ്യേ
പ്രത്യാശയെല്ലാം അറ്റി നിൽക്കുന്ന മക്കൾ ഇവിടെ നിൽപ്പുണ്ട്. ആ മക്കളോട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിനായിട്ട് നീ പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെയായിരിക്കും ആ ദിവസം. നീ തീക്ഷ്ണമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദുഃഖത്തിന്റെ താഴ്വരയിൽ കുഞ്ഞേ നീ ദുഃഖത്തിന്റെ താഴ്വരയിൽ കുഞ്ഞേ നീ നീനായി പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞിൽ സങ്കടത്താൽ പാടിയിടല്ലേ സകലങ്ങളെ കൃപകളൊക്കെ ഈശോയുടെ ക്രൂശിൽ പരിപൂർണമായിട്ടും ഈ സമയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, സംസാരിക്കാൻ പാടില്ലാത്ത പല വർത്തമാനവും സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ചിന്തിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചിന്തിച്ചു കൂടിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാണാൻ പാടില്ലാത്ത പലതും കാണുകയും നോക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സമയം എന്നെ തന്നെ അവിടുത്തെ തിരുരക്തത്താൽ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോട്ടം കൊണ്ട്, സംസാരം കൊണ്ട് ഒക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്ത് നിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെടുത്തിയ, വചനത്തിലൂടെ കണ്ടതുപോലെ നാമമാത്ര ക്രിസ്ത്യാനിയാണ് ഞാൻ. ഈ സമയം കണ്ണുനീരോടെ നിന്റെ അരികിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയാണ്. കണ്ണുനീരോടെ നിന്റെ തിരുസന്നിധിയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ഇടപെടണമേ. ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചതുപോലെ മുട്ടാൻ മറ്റൊരു വാതിലറിയത്തില്ലാത്ത, വിളിച്ചപേക്ഷിക്കാൻ മറ്റൊരു നാമം അറിയാത്ത വ്യക്തികളാണ് ഞങ്ങൾ. ഈ സമയം ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. പ്രത്യേകിച്ചും കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊടണമേ, സ്പർശിക്കണമേ. രോഗത്തിൻ്റെ അവസ്ഥയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പിന്നോക്കം പോയ മക്കളുണ്ട്. ഇങ്ങനെയുള്ള മക്കളെല്ലാം കർത്താവ് അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മറ്റു ദുശീലത്തിനും അടിമപ്പെട്ട നിരവധി മക്കൾ, കർത്താവ് ധാർഷ്ട്യത്തോടെ, അഹങ്കാരത്തോടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മക്കൾ, ഇവരെല്ലാം കർത്താവ് അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കലഹങ്ങളും കുടുംബത്തിലെ വഴക്കുകളും മൂലം വേദനിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം 1 കൊരിന്ത്യർ 13 അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികൾ അവിടുന്ന് തൊടണമേ. സന്താന സൗഭാഗ്യം നൽകി ആ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കാതെ പഠന മേഖലയിൽ ഒരുപാട് വേദനിക്കുന്ന മക്കളെല്ലാം തൊടണമേ. അവിടുത്തെ ആണിപ്പൊഴുതുള്ള ഉള്ളം കൈ വെച്ച് ആ മക്കളുടെ നെറുകയിൽ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒരു ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഭവന നിർമ്മാണം ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്ത മക്കളുണ്ട്. മക്കളെല്ലാം ഇപ്പോൾ സ്വർഗീയ ത്രോണോസിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് വിധവകളായിട്ടുള്ള മക്കള്, വിഭാര്യരായിട്ടുള്ള മക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം അങ്ങയുടെ സംരക്ഷണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ ഉത്കണ്ഠകളെയും, എല്ലാ അരക്ഷിതാവസ്ഥകളെയും ഇപ്പോൾ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന് നടത്തിപ്പ് ആ മക്കൾക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കലഹം മൂലം വേദനിക്കുന്ന മക്കള്, സഹോദരങ്ങൾ തമ്മിലുള്ള കലഹം മൂലം വേദനിക്കുന്ന മക്കള്,
ബന്ധുക്കൾ തമ്മിലുള്ള കലഹങ്ങൾ മൂലം വേദനിക്കുന്ന മക്കള്, അയലോക്കംകാർ തമ്മിലുള്ള ഭിന്നതകൾ കൊണ്ട് വേദനിക്കുന്ന മക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഓരോ മക്കളെയും അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേലും അവിടുത്തെ കാരുണ്യം പ്രത്യേകമായിട്ട് ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ തൊടട്ടെ. ജോലി മേഖലയിൽ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം കർത്താവ് ഇപ്പോൾ അഴിച്ചു മാറ്റട്ടെ. എല്ലാ ജോലി മേഖലയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ അഴിച്ചു മാറ്റട്ടെ. പ്രത്യേകിച്ച് വിദേശത്തേക്കുള്ള ജോലി മേഖലയിൽ നിൽക്കുന്ന വിസയ്ക്കുള്ള തടസ്സങ്ങൾ എല്ലാം ഈ സമയം കർത്താവ് എടുത്തു മാറ്റട്ടെ. വിദേശത്ത് ജോലിയിലായിരിക്കുന്ന മക്കൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഇപ്പോൾ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട്ടിലുള്ള മക്കൾ കൊടിയ ദുരിതത്തിലായിരിക്കുന്നു, പ്രളയ കൊടുതിയിലായിരിക്കുന്നു. ആ മക്കളിലെല്ലാം കർത്താവെ അവരെല്ലാം കർത്താവ് ഇടപെടട്ടെ. ആ വലിയ പ്രളയക്കെടുതി കർത്താവ് എടുത്തു മാറ്റട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാം നഷ്ടപ്പെട്ട മക്കളെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള അന്ധകാര പീഡകളാൽ നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളുണ്ട്. തലമുറയായി പല കെട്ടുകളിലും ബന്ധനങ്ങളിലും ആയിരിക്കുന്ന ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളെല്ലാം ഇപ്പോൾ ഗലാത്യ 5:1 അവിടുന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും വാസഗേഹമാകും കൺമുമ്പിൽ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ ഇന്ന് നീ എന്നെ ഒന്ന് തൊടണമേ. കർത്താവേ, നീ എന്നെ ഒന്ന് തൊടണമേ. ഉരുകിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒന്ന് തൊടണം. എന്റെ കുടുംബത്തെ ഒന്ന് തൊടണം. എന്റെ ജീവിത പങ്കാളിയെ തൊടണം. എന്റെ മക്കളെ ഇപ്പോൾ അവിടുന്ന് തൊടണം. അവിടുത്തെ ആണിപ്പിടുത്തുള്ള ഉള്ളങ്കൈ വെച്ച് തൊടണം. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കൈ നീട്ടി തന്ന് തൊടണം. സ്വർഗത്തിൽ നിന്ന് അവിടുത്തെ കൈ നീട്ടി ഞങ്ങളുടെ മക്കളെ തൊടണം. ദൂരെയായിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ എവിടെയാണോ അവിടെ അവിടുത്തെ കൈ നീട്ടി ആ മക്കളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ ഇപ്പോൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള കണ്ണുനീര് ദൈവം കാണും. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നിശ്ചയമായിട്ട് ദൈവം ഇടപെടും. നീ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. കണ്ണുനീരോടെ കടന്നു വന്ന നീ ദൈവം ഇടപെട്ട് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോ. നിന്റെ ജീവിതത്തിന് വലിയൊരു അവസരമാണ് ഈ സമയം. നീ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ചുറ്റി നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കണ്ട, ചുറ്റി നിൽക്കുന്ന ആരെയെ കുറിച്ച് നീ ശ്രദ്ധിക്കണ്ട. നീ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ അപ്പനാണ് നിന്റെ മുമ്പിൽ നിൽക്കുക. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ്, നിന്റെ എല്ലാ വേദനകളുള്ള പരിഹാരമാണ് നിന്റെ മുമ്പിൽ നിൽക്കുക. ഈ സമയം നീ കണ്ണുനീരോടെ ചോദിക്കുക. ബാക്കിയുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുക. എല്ലാവരെയും നീ മാറ്റിവെക്കുക. നിന്റെ എല്ലാ ചിന്തകളും മാറ്റിവെക്കുക. കണ്ണുനീരോട് നീ ചോദിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിന്റെ മുമ്പിൽ ദൈവം നിൽപ്പുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം നിന്റെ നേരെ കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. നീ കണ്ണുനീരോട് ചോദിക്കുക. എന്റെ അപ്പ എന്ന് പറഞ്ഞ്
നീ കണ്ണുനീരോട് ചോദിക്ക. നിന്റെ അവിശ്വാസത്തിന്റെ പ്രകടനങ്ങളുടെ എല്ലാ മേഖലകളെയും നീ മാറ്റിവെക്ക. കരുണയായിരിക്കണമേ. എല്ലാവരും കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പ്രത്യേകമായ കാരുണ്യം സ്വർഗത്തിൽ നിന്ന് ഈ ദേവാലയത്തിലേക്ക് ഇറങ്ങുന്ന ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷം കർത്താവിന്റെ പ്രത്യേകമായ കാരുണ്യം ഓരോ മക്കളുടെ നെറുകയിലേക്ക് ഒഴുകപ്പെടുന്ന നിമിഷം കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. എത്രയൊക്കെ പാപങ്ങൾ ചെയ്ത് നിന്നെ വേദനിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഇപ്പോ വലിയൊരു സത്യമാണ് സ്വർഗം നമുക്ക് മനസ്സിലാക്കി തരിക. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയാണ് നീയെങ്കിലും സ്വർഗം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്വർഗം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതത്തിന്റെ രാത്രിയാണ്. നിന്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതത്തിന്റെ രാത്രിയാണ്. ദൈവം നിന്നെ നിശ്ചയമായിട്ട് തൊടുന്ന ദിവസമാണ്. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ എന്നെ ഒന്ന് തൊടണമേ, കർത്താവേ എന്നെ ഒന്ന് തൊടണമേ എന്ന് വേദനയോടെ നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് നൽകണം. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. എൻ്റെ ചങ്കിനകത്ത് നാളുകളായിട്ട് കിടക്കുന്ന ഈ ഭാരങ്ങൾ പ്രയാസങ്ങളെല്ലാം ഇറക്കി വെച്ച് എൻ്റെ ദൈവത്തിന് മുമ്പിൽ, എൻ്റെ സ്നേഹമായ എൻ്റെ അപ്പനായ ദൈവത്തിന് മുമ്പിൽ എൻ്റെ എല്ലാ വേദനകളെയും എൻ്റെ എല്ലാ കണ്ണുതിരികളെയും ഒന്ന് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ. നിറഞ്ഞു തുള്ളുമ്പോ ഓരോ മിഴികൾക്ക് പിന്നിലും ദൈവം ഉണ്ടാകും. ഈ നിമിഷം ഒരു സത്യം മനസ്സിലാക്കിക്കോ. ഈ നിമിഷങ്ങളിൽ ആരുടെയൊക്കെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നോ അവരുടെയൊക്കെ പിന്നെ ദൈവമുണ്ട്. അവരുടെയൊക്കെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഇതാ ആരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നോ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ആ 4-ാം യാമം ഇതാ കടന്നു വന്നിരിക്കുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന 4-ാം യാമം ഇതാ കടന്നു വന്നിരിക്കുന്നു. നിന്റെ പ്രശ്നം എത്ര വലിയ മല പോലെ വലുതാണെങ്കിലും തമ്പുരാൻ അത് നിശ്ചയമായിട്ടും എടുത്തു മാറ്റും. സ്നേഹം തിരഞ്ഞ് ഒരുപാട് ചുമന്നും രോഗം സഹിച്ചും മിഴിനീരും തൂകിഞ്ഞ ഉള്ളിൽ കുടുങ്ങി തേങ്ങി കരഞ്ഞും ഒരു പാവമാണ് എന്നെ തിരക്കി തേടി വരുവാൻ നീ മാത്രം. ക്രൂശിനിഴലിൽ നീറുമീ മുറിവിൽ ധനം പാടി സ്തോത്രം വീഴും എന്നെ ഒന്ന് തൊഴണം. എന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ. ഇരുൾ തിരുകി ഇലവേറൊരാളിൽ
താങ്ങുവാൻ ഒരു കൊച്ചു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് നടത്തുന്ന പോലെ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആവർത്തന പുസ്തകം 1:30 മോശ തൻ്റെ മരണത്തിന് മുമ്പ് ജനത്തോട് പറഞ്ഞു, പൊന്നുമക്കളെ, ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ മുമ്പേ നടന്നു, ഇന്നു മുതൽ യഹോവയാം ദൈവം നിങ്ങളുടെ മുമ്പേ നടക്കും. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ദൈവം നിന്നെ വഹിക്കും. രാത്രി എന്നില്ലാതെ പകലിൽ നിന്നില്ലാതെ നീ ജോലി ചെയ്യുമ്പോൾ, നീ ഭക്ഷണം കഴിക്കുമ്പോൾ, നീ ഉറങ്ങുമ്പോഴൊക്കെ ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഇന്നു മുതൽ എപ്പോഴൊക്കെ നീ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നോ അപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് ദൈവം നിന്റെ ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കും. നിന്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. കാരണം ജീവനുള്ള ദൈവം എൻ്റെ അപ്പനായിരിക്കുന്ന ദൈവമാണ്. എല്ലാവരും സൃഷ്ടിതാവും നിർമ്മിതാവും എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുന്നത് അപ്പ എന്നാണ്. കാരണം എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ദൈവമാണ്. എപ്പോഴൊക്കെ ഞാൻ തകർന്ന് തരിപ്പണമായി പോകുന്നു തോന്നുന്നു, അപ്പോഴൊക്കെ എൻ്റെ ദൈവം എൻ്റെ അരികിൽ വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ എൻ്റെ കാല് വേച്ച് ഞാൻ വീണു പോകുന്നു തോന്നുന്നുണ്ടോ, അപ്പോഴൊക്കെ എൻ്റെ ദൈവം വീഴാതെ എന്നെ താങ്ങിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഓ എൻ്റെ സ്നേഹമേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ലല്ലോ. അവിടുന്ന് അത്ഭുതകരമായിട്ട് രാവും പകലും എന്നെ പോറ്റി പരിപാലിക്കുന്നു. എൻ്റെ കുടുംബം പ്രതിസന്ധികളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും തകർന്നു പോകാതെ അവിടുന്നാണല്ലോ സംരക്ഷിക്കുക. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കുഞ്ഞേ, നീ വേച്ച് വീഴാതിരിക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. കുഞ്ഞേ, നീ വേച്ച് വീഴാതിരിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ട്. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. രാവും പകലും നിന്റെ കൂടെയുള്ള എന്നെ നീ മനസ്സിലാക്കുന്നില്ലല്ലോ. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ ഒക്കുമില്ല, നിന്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കുമില്ല. വചനം പറയുന്നു, ഹിസ്കിയാവ് ദൈവത്തെ അള്ളിപ്പിടിച്ചു. വീണ്ടും പറയുന്നു, വചനത്തിൽ പറയുന്നുണ്ട്, ഹിസ്കിയാവിന്റെ കൂടെ ദൈവമിരുന്നു. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ സാന്നിധ്യമില്ലാതെ, നിന്റെ കരുതലില്ലാതെ, നിന്റെ ആ സ്നേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വേണം. മോശ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, ദൈവമേ, ചെങ്കടലിന്റെ മധ്യേ ഞാൻ നടക്കാൻ തയ്യാറാണ്, തീക്കൽ പാറയുടെ മുകളിലൂടെ ഞാൻ നടക്കാൻ തയ്യാറാണ്. പക്ഷെ നീ എൻ്റെ കൂടെ വേണം. നീയല്ലാതെ വേറെ ആരാണ് ഞങ്ങൾക്കുള്ളത്? ഈ ജീവിത മരുഭൂമിയിൽ, ഈ ജീവിത മരുയാത്രയിൽ, രോഗത്തിന്റെ മധ്യ, സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യ, നിന്ദകളുടെ പരിഹാസങ്ങളുടെ മധ്യ, ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവമേ, നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നീ ഇല്ലാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. ഈ സമയം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഇല്ല വേറൊരാളെ. മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം.
യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാനൊരു ചതഞ്ഞ ഞാങ്ങണയാ, ഞാനൊരു കരിഞ്ഞ തിരി മാത്രമാ. ഈ ചതഞ്ഞ ഞാങ്ങണയായിരിക്കുന്ന എന്നെ നേരെ നിർത്തുന്നത് എന്റെ ദൈവമാ. കരിഞ്ഞ തിരിയായിരിക്കുന്ന എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതെ ഇപ്പോഴും കെടാതെ സൂക്ഷിക്കുന്നത് എന്റെ ദൈവമാണ്. പ്രിയ കുഞ്ഞെ, ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിന്നെ ഒരുപാട് കരുതുന്നുണ്ട്. ഇന്ന് മുതൽ ദൈവം നിനക്ക് താങ്ങാണ്. ദൈവം നിനക്ക് തണലാണ്. എപ്പോ നീ ചങ്ങൊക്കെ വെച്ചോണ്ട് എന്റെ ദൈവമേ എന്ന് വിളിച്ചാലും അപ്പൊ തന്നെ ദൈവം നിന്റെ കൂടെ വന്ന് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ഇല്ലവേ പരിപൂർണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. തമ്പുരാനെ, നീ എന്നെ എത്രത്തോളം സ്നേഹിച്ച് വഴി നടത്തുന്നുവല്ലോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അത്ഭുതകരമായിട്ട് നീ എന്നെ നടത്തുന്നു. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലും ഞാൻ താളടിയായി പോകാതെ നീ എന്നെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരം ആയിരമാ അനവധിയായി സ്തോത്രം. എന്റെ കർത്താവേ, നിനക്കു സ്തുതി, നിനക്കു സ്തുതി, സ്തുതി, നിനക്കു സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവു കൂടാതെ നിനക്കു സ്തുതി. എന്നുടയോനേ, നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നിൻ ചിറകാലെ മറച്ചുപരി എന്നെ കാക്കണമേ. പരിപൂർണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ സമയത്ത് മഹാപരിശുദ്ധിയായ തമ്പുരാനെ പറ്റി അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അമ്മയുടെ പ്രത്യേകമായിരിക്കുന്ന മാധ്യസ്ഥ്യം നമുക്ക് അഭയപ്പെടാം. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ കരുണയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങൾക്കുള്ള സ്ഥലത്തിന് വേണ്ടി ആ സ്വർഗീയ ത്രോണോസിങ്കൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കണ്ണുനീരോടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അഭയപ്പെടാം. വചനം നരനായി തീരാൻ എല്ലാവർക്കും ചേർന്ന് ഭൂവിൽ തിരഞ്ഞെടുത്ത മറിയാമേ, ചിന്മയരുടെ ജനനേ, നന്മ നിറഞ്ഞോളേ, അൻപോട് പ്രാർത്ഥിക്കാം
പരിശുദ്ധ കന്യകമർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരിൽ കന്യകയായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അടിയങ്ങളുടെ സന്തോഷ കാരണമായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിശുക്കളുടെ സംരക്ഷകയായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യുവതി യുവാക്കന്മാരുടെ വഴികാട്ടിയായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വൃദ്ധജനങ്ങളുടെ സഹായമായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ കോട്ടയും അഭയവും ശൈലവുമായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൂരെയായിരിക്കുന്ന മക്കളുടെ സംരക്ഷകയായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വൈദികരുടെയും ശരണമായ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവതമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. ഒരറിയിപ്പുണ്ട്. ചെന്നൈയിൽ പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായഹസ്തമായിട്ട് നമ്മുടെ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ രാവിലെ ഞാൻ അറിയിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഫണ്ട് ശേഖരണം ഇന്ന് നടത്തുന്നുണ്ട്. നിങ്ങൾ അതിനോട് സഹകരിക്കണമേ എന്ന് ഈ തരുണത്തെ പ്രത്യേകമായിട്ടും അറിയിക്കുന്നു. ഇപ്പോൾ ആശീർവാദം നടത്തുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസങ്ങളും എല്ലാവരുടെ മേലും ഇന്നും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ. മുൻപതിവ് പോലെ വാഹന സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും അറിയിക്കുന്നു.
ശ്രീമതി നിന്നോടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും.